ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ക്യാമറയിലേക്ക് എത്തി നോക്കുന്ന കുഞ്ഞിനെ നോക്കൂ. ഇന്ന് ഉറക്കമൊന്നുമില്ല കേട്ടോ കാര്യമായിട്ട്. അതുകൊണ്ട് രാവിലെ നേരത്തെ എണീറ്റിട്ടുണ്ടായിരുന്നു. സോ അടുക്കളയിൽ ഞാനും അവനുമായിരുന്നു ഇന്നുണ്ടായിരുന്നത്. അപ്പോൾ ഒന്ന് രാവിലെ കഴിക്കാനുള്ളതൊക്കെ ഉണ്ടാക്കി എല്ലാവർക്കും കഴിക്കാനൊക്കെ കൊടുത്തു. അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ ഐസുവിന് ഫുഡ് കൊടുക്കുന്നുണ്ട് കേട്ടോ. 8 മാസമൊക്കെ സ്റ്റാർട്ടായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇന്നിപ്പം രാവിലെ ഉച്ചയ്ക്ക് രാത്രിയൊക്കെ ആയിട്ട് ഇങ്ങനെ കഴിക്കാനുള്ള ടൈമും അതേപോലെ തന്നെ ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ മാറ്റമൊക്കെ വരുത്തിയിട്ടുണ്ട്. പുതിയൊരു ഷെഡ്യൂളൊക്കെ ഉണ്ട് ഞങ്ങൾക്ക് ഇന്ന് മുതൽ. സോ ഞാനിന്ന് രാവിലെ കൊടുക്കുന്നത് ഗ്രീൻ പീസും പിന്നെ നമ്മുടെ അപ്പമാണ് കേട്ടോ. ഒരു ചെറിയ പൊട്ട അപ്പവും കുറച്ച് ഗ്രീൻ പീസ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ആ പുറത്തുള്ള തൊലി കളയണം കേട്ടോ ഗ്രീൻ പീസിൻ്റെ. എന്നിട്ട് നന്നായിട്ട് ഉടച്ചെടുക്കുക. ഇനി വേണമെങ്കിൽ മിക്സിയിലിട്ട് കറക്കി എടുക്കാം, അതൊന്നും വിഷയമല്ല. അപ്പം അതാണ് കൊടുക്കുന്നത് കേട്ടോ. ആദ്യം ഒരു സ്പൂൺ വെച്ച് കൊടുത്തപ്പോൾ വലിയ കാര്യമായിട്ടൊന്നും ബോധിച്ചിട്ടില്ല. പിന്നെ ആദ്യമായിട്ടല്ലേ ഇതൊക്കെ ടേസ്റ്റ് ചെയ്യണം. ഓരോ സാധനങ്ങളും ഞാനിങ്ങനെ കൊടുത്തു നോക്കണേ ഉള്ളൂ. അപ്പോൾ ചിലത് ഇഷ്ടമാവും, ചിലത് ഇഷ്ടാവില്ല. അങ്ങനെയൊക്കെയാണ്. കുറച്ചേ കഴിക്കുള്ളൂ, ചിലപ്പോൾ കാര്യമായിട്ടൊക്കെ കഴിക്കാനൊക്കെയാണ് കേട്ടോ. അങ്ങനെ എക്സ്പ്രഷൻസൊക്കെ ചേഞ്ച് ആയി വരുന്നുണ്ട്. ഞാൻ കുട്ടിക്ക് കാര്യമായിട്ട് എന്തെങ്കിലും കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ സയാൻ ഇസുനും ഭയങ്കര സ്നേഹമാണ്. അപ്പോൾ കുട്ടീനെ എവിടെ കാണാത്തോരെ പോലെയൊക്കെ കാട്ടിക്കൂട്ടും കേട്ടോ. അതാണെങ്കിലോ ആരെങ്കിലും എന്തെങ്കിലും ചെയ്താൽ മതി, ഇറങ്ങിപ്പോയാൽ മതി എന്നൊരു ലെവലിലാണ് ഇരിക്കുന്നത്. അങ്ങനെ വെള്ളവും ഒക്കെ കൂടെ ഇടയിൽ കൂടെ കൊടുത്തിട്ട് ഞാൻ ചെറുതായിട്ടൊക്കെ ഇങ്ങനെ കൊടുക്കണം കേട്ടോ. ഓക്കാനിക്കണമൊക്കെ ഉണ്ട് അതിൻ്റെ ഇടയിൽ. എന്തായാലും കുഴപ്പമില്ലാത്ത രീതിയിൽ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഇത്രയും ബാക്കിയാക്കിട്ടോ. ബാക്കി മൊത്തം അകത്താക്കിയിട്ടുണ്ട്. കുറച്ചൊക്കെ തുപ്പി കളഞ്ഞു. അർഷാക്കുൻ്റെ ജേഴ്സി ഇട്ടിട്ട് ഐസുവിൻ്റെ തൊട്ടിലാടുന്ന ഇസു എന്തായാലും അവൻ്റെ ഒരു ഹാലി എന്തേലും കാട്ടട്ടെ എന്ന് വിചാരിച്ചു ഞാൻ. പണിക്ക് പോകാൻ സമയമായിട്ടും അവിടെ ഇവിടെയും തട്ടിമുട്ടി നിൽക്കുന്ന അർഷാക്കും ഗ്രൗണ്ടിലേക്ക് പോകാൻ സമ്മതം കിട്ടാതെ കരയണോ ചിരിക്കണോ വേണ്ടിയോ എന്നറിയാതെ എന്ത് ചെയ്യണമെന്നറിയാതെ ഇരിക്കണേ സയാൻ. ഇതൊക്കെയാണ് രാവിലത്തെ കാഴ്ചകൾ. കുട്ടിയുടെ തൊട്ടിലിരുന്ന് ആടിയായിട്ട് അതിൻ്റെ കമ്പിയൊക്കെ വളച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ടും ആടുകയാണ്. ചാർജ് ഇല്ലാതെ ചാർജ് കുത്തി ചെടുങ്ങേറായിട്ട് ഫോണിൽ കളിക്കുന്ന സിദ്ധിക്കാക്ക. ഇപ്പോൾ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് എങ്ങോട്ടോ പോവാനുള്ള വരവായിരുന്നു. അതിൻ്റെ ഇടയിൽ ജനലിനുള്ളിൽ കൂടെ 2 സംസാരങ്ങളൊക്കെ സംസാരിച്ചു. സിദ്ധിക്കാക്ക് പിന്നെ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് അവിടെ ഇവിടെ കേട്ട് ഇങ്ങനെ നിൽക്കണം കേട്ടോ. അതിൻ്റെ ഇടയിൽ ഉമ്മ നമുക്ക് അടുക്കളയിൽ സഹായിക്കാനൊക്കെ എത്തിയിട്ടുണ്ട്. ഉമ്മ അങ്ങനെ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ സഹായിക്കാൻ വരും കേട്ടോ. അപ്പം ഒരു കത്തി ഉമ്മാൻ്റെ അടുത്തായിരുന്നു, ഒരു കത്തി കാണാനില്ല, ആകെ ഒരു കത്തിയുള്ളൂ. അപ്പോൾ ഞാൻ കത്രിക വെച്ചിട്ട് വെണ്ടയ്ക്ക കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഞാനൊരു വെണ്ടക്കപ്പുളി വെക്കാന്നൊക്കെ കരുതിയിട്ട് ഇങ്ങനെ ഓരോന്നും ഉണ്ടാക്കാം കേട്ടോ. ഇപ്പോഴത്തെ ഫുഡൊക്കെ ഉണ്ടാക്കൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഐസിൻ്റെ മൂഡ് പോലെയാണ്. ചിലപ്പോൾ ഞാൻ നല്ല ഹെവി ആയിട്ട് ഉണ്ടാക്കും, ചിലപ്പോൾ സിമ്പിളായിട്ട് ഉണ്ടാക്കും. അങ്ങനെയൊക്കെയാണ് കേട്ടോ. അങ്ങനെ പ്രത്യേകിച്ചൊരു പ്ലാനിങ് ഒന്നും ഇല്ലാതെയാണ് ഓരോ ദിവസങ്ങളും ജീവിതത്തിലേക്ക് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തുണ്ടാവുന്നൊരു ഐഡിയ ഇല്ല ഗൈസ്. അങ്ങനെ നമ്മൾ ചെറുതായിട്ട് വെണ്ടയ്ക്ക കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഞാൻ ഈ കട്ട് ചെയ്ത വീഡിയോ എടുക്കുമ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ വെണ്ടക്കപ്പുള്ളിയുടെ ഒരു റെസിപ്പി ഇടാം. എന്നെപ്പോലെ ആർക്കെങ്കിലും സിമ്പിൾ റെസിപ്പീസ് ആവശ്യമുണ്ടെങ്കിലോ. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും നടന്നില്ല. അതെന്താണെന്നുള്ളത് പിന്നെ പറഞ്ഞുതരാം. എന്തായാലും ഞാൻ വെണ്ടയ്ക്കൊക്കെ ചെറിയ പീസാക്കി കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് പുഴുവൊക്കെ ഉണ്ടോ എന്നൊക്കെ നോക്കി വേണ്ട. പണ്ട് ഞാനിങ്ങനെ പുഴു ഉണ്ടോ നോക്കണമെന്ന് അറിയില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെ മുറിച്ചിടും. അപ്പോൾ കാണാൻ നമ്മൾ കട്ട് ചെയ്ത ഭാഗത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ പുഴു തലയിട്ട് നോക്കണം പുറത്തേക്ക്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് പുഴുവൊക്കെ ഉണ്ടാവും വെണ്ടയ്ക്കലെന്ന് കേട്ടോ. ചെറുപ്പത്തെ കാര്യമാണ് കേസ് പറഞ്ഞത്, ഇപ്പോഴത്തെ അല്ല. അങ്ങനെ ഇതേ തക്കാളിയും പച്ചമുളകും ഒക്കെ വെള്ളത്തിലിട്ട് വേവിച്ച് കുറച്ച് ഇഞ്ചി വെള്ളത്തിലൊക്കെ ഇട്ട്. അപ്പം പറഞ്ഞാൽ ചെറിയ ഉള്ളി ഇട്ടാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അമ്മ അത് നേരാക്കിക്കൊണ്ടിരിക്കട്ടെ. അതിൻ്റെ ഇടയിൽ ഇസുവിന് നാരങ്ങ വെള്ളം കുടിക്കാനങ്ങോട്ട് പൂതിയായി പിന്നെ കിട്ടോളം പിന്നൊന്നും പോകില്ല. അങ്ങനെ പന വലിച്ചു കൊടുത്തിട്ട് ഇപ്പയാണ് കേട്ടോ കലക്കി കൊടുക്കുന്നത്. അങ്ങനെ എനിക്കും കിട്ടിയ ഒരു ഗ്ലാസ് വെള്ളം. അപ്പോൾ ഒരു ആശ്വാസമായി. ഇമ്മയാണ് പിന്നെ വെണ്ടക്കപ്പുളിയുടെ കാര്യം മാനേജ് ചെയ്തത്. അതുകൊണ്ട് എനിക്ക് റെസിപ്പി വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. ഉമ്മമ്മ എന്തൊക്കെയോ ഇട്ട് ഇളക്കി, അതാണ് ഉണ്ടായത്. അതിനിടയിൽ നമ്മുടെ പുറത്ത് വണ്ടിയൊക്കെ എത്തിയിട്ടുണ്ട്. ഇതെന്താണെന്ന് വെച്ചാൽ വീട് പണി നടക്കുന്നുണ്ടല്ലോ, അതിനൊരു ടൈലാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വണ്ടി ഇങ്ങോട്ട് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലേക്ക് ഇറക്കാൻ പറ്റില്ലെന്നോ എന്തെങ്കിലും ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും. സിദ്ധികാക്കയാണ് ലോറി മാനേജ് ചെയ്യുന്നത്. കുട്ടികളൊക്കെ ബാക്കിൽ നിന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അങ്ങനെ ഫസ്റ്റ് അറ്റംപ്റ്റ് പാളിയിട്ടുണ്ട്. പിന്നീട് ഞാനൊന്ന് അകത്ത് പോയി വന്നപ്പോഴേക്കും വണ്ടിയൊക്കെ ഇറക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയിൽ ഞാൻ ഐസുവിനെ കുളിപ്പിച്ചു, ഉറക്കി, കിടത്തി മെല്ലെ പുറത്തോട്ട് ഇറങ്ങി. എന്നാലും എനിക്ക് പേടിയാണ്. കരയണതൊന്നും കേൾക്കൂല കേട്ടോ അതിൻ്റെ ഉള്ളിൽ നിന്ന്. പുറത്ത് വണ്ടിയുടെ സൗണ്ടും കൂടെ ആകുമ്പോൾ പിന്നെ തീരെയും കേൾക്കൂല. അടുക്കളയിൽ എത്തിയപ്പോൾ ഇപ്പം എന്തോ തരയാ കേട്ടോ. സ്റ്റാൻഡിൽ നിന്നിട്ട് കറിയൊക്കെ സെറ്റ് ചെയ്തിട്ട് ഉമ്മ പോയിട്ടുണ്ട്. കുറേ ഉപ്പൊക്കെ കളഞ്ഞിട്ടുണ്ട്. അടുക്കളയൊക്കെ അകലെ വലമ്പാക്കിയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ ശ്രദ്ധിക്കാക്ക എന്താ ഇപ്പം ചെയ്യുക, പെരപ്പണി ഇല്ലേന്നാണ് തോന്നുന്നുണ്ട് ആലോചിക്കണേ. ഇതിനകത്ത് നോക്കിയപ്പോഴേ ഇത് എന്തൊക്കെയായിട്ട് കൊടുന്ന് കുത്തിച്ചതച്ചിരിക്കണു. മറ്റേ കളർ ചെടിയാണ് കേട്ടതുള്ളത് പുറത്തുള്ളത്. ഓനിവിടെ കുക്ക് ചെയ്യാനുള്ള എന്തൊക്കെയോ ചെയ്തിക്കണു തോന്നുന്നുണ്ട്. ആകെ കൂടെ അടുക്കള ക്ലീൻ ആക്കാൻ കുറച്ച് സമയം എടുത്തു. ഉമ്മ മീനൊക്കെ മസാലയൊക്കെ തേച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ള പണികളൊക്കെ ഞാൻ ചെയ്തു കേട്ടോ. പിന്നെ ഞാൻ ടൈല് കാണാൻ വേണ്ടിയിട്ട് അപ്പുറത്തെ വീട്ടിലോട്ട് ഇറങ്ങി. ഇതാണ് നമ്മുടെ ഫ്ലോറിലിടുന്ന ടൈല്. നമ്മുടെ വീട്ടിലിട്ട ടൈലിൻ്റെ ഏതാണ്ട് ഒരു രൂപം തന്നെയാണത്. പിന്നെ ഇതൊക്കെ നേരെ കാണിച്ചു തരുന്നൊക്കെ എനിക്കുണ്ട്. പക്ഷെ ഞാനും തിരിക്കണ സമയത്ത് അങ്ങനെ ഇത് പൊട്ടിയ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. വണ്ടി ഇറക്കുമ്പോൾ തന്നെ ഐറ്റങ്ങൾ അങ്ങനെ ഒച്ചിട്ടുണ്ടായിരുന്നു. വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഇളകുമ്പോഴേ ടൈല് പൊട്ടുമെന്നൊരു പേടി എല്ലാവർക്കും ഉണ്ടായിരിക്കാം.
അങ്ങനെ ഇറങ്ങിയ വണ്ടി തിരിച്ചു കയറാനുള്ളൊരു ശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഡ്രൈവറായിട്ട് സിദ്ദിഖാക്ക തന്നെയാണ്. കുറച്ച് നേരം പണിപ്പെട്ടെങ്കിലും വണ്ടി മെല്ലെ അങ്ങോട്ട് കയറ്റിയെടുത്തിട്ടോ. നമ്മുടെ സൈഡിലിട്ട് ആ കോൺക്രീറ്റൊക്കെ സിദ്ദിഖാക്ക നല്ല അടിപൊളിയായിട്ട് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ മുറ്റം എല്ലാ പണികളും കഴിഞ്ഞിട്ട് ഇൻ്റർലോക്ക് ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ട് ഏട്ടനും അനിയനും കൂടി. അപ്പോൾ ഹർഷക്കും സിദ്ദിഖാക്കി വണ്ടിയൊക്കെ ഇറക്കാനുള്ളതുകൊണ്ട് മുറ്റമൊക്കെ നേരാകുമായിരിക്കും. പക്ഷേ ഇപ്പോൾ നമ്മുടെ ഈ പണി നടക്കൊണ്ട് നേരാക്കിയിട്ടൊന്നും വലിയ കാര്യമില്ല എന്നാണ് അവർ പറയുന്നത്. എന്തായാലും വണ്ടി റോഡിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. സയാൻ്റെ മൂച്ചി സയാൻ എവിടുന്ന് ഒരു മൂച്ചയുടെ ചെടിയല്ല മൂച്ചയുടെ തൈ കുഴിച്ചിട്ടാണ്. നല്ല കാലം അതിൻ്റെ മേലെ കൂടെ വണ്ടി കയറിയില്ല അല്ലേ? സയാന് നല്ല ഭാഗ്യമുണ്ട് അല്ലേ ഷീനിയോ? ഇതെന്തെങ്കിലും കുണ്ടപ്പള്ളൊക്കെ കാട്ടിക്കുന്നു. ഉച്ചയ്ക്ക് എല്ലാവരും ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഐസൂന് ഞാൻ കുറച്ച് തൈരും ചോറും കൊടുത്ത് നോക്കി. ബട്ട് എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. തുപ്പിട്ട് കളഞ്ഞു കേട്ടോ. അപ്പോൾ എനിക്കൊരു സമാധാനമായി. എനിക്ക് തൈര് ഇഷ്ടമായിട്ടില്ല എന്നുള്ളത്. ഇനി നമുക്ക് കുറച്ച് ദിവസം കൂടി കഴിഞ്ഞിട്ട് കൊടുത്തോക്കട്ടെ. ചിലപ്പോൾ ആദ്യമായിട്ട് കൊടുത്തോണ്ടായിരിക്കാം. എന്തായാലും ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കൽ കഴിഞ്ഞാലൊന്നും മക്കൾ ഇവിടെ ഇരിക്കുമല്ലോ. ഇസൂനൊക്കെ താഴത്തെ കൂടിക്കൊണ്ട് പോയിട്ട് ഉപ്പപ്പാനും ഉമ്മമാനും കണ്ടല്ലേ പിന്നെ ഉറക്കം വരില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ പോയിട്ടുണ്ട്. ഞാൻ കുറച്ച് നേരം കടന്നുറങ്ങി എഡിറ്റിങ് അങ്ങനെ ഫോണിൽ നോക്കിയിരിക്കുക എന്തെങ്കിലുമൊക്കെ ആവും. വാതിൽ ലോക്ക് ചെയ്താലും പുറത്തുനിന്ന് വിരലിട്ട് തുറക്കാൻ പറ്റും കേട്ടോ. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. ഹർഷാക്ക് ഉറക്കം വന്നിട്ട് ഐസും ഇങ്ങനെ ഇരുന്ന് കളിക്കുന്നുണ്ടായിരുന്നു. പിന്നെ എപ്പോഴും ഹർഷാക്ക് എണീറ്റ് പോയി. ഞങ്ങൾ പിന്നെ വൈകുന്നേരമായിട്ട് പുറത്തിറങ്ങി വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങി ടൈലൊക്കെ വീണ്ടും കണ്ടു. താത്താരെ വീട്ടിൽ കൂടെ ഒക്കെ പോയി വെറുതെ അതും ഇതൊക്കെ പറഞ്ഞിരുന്ന് അങ്ങനെ സമയം പോയിട്ടോ. ഓരോ ദിവസവും എത്ര പെട്ടെന്ന് കഴിയണമെന്ന് അറിയില്ല. ഓരോരോ സംഭവ വികാസങ്ങളാണ് ഓരോ ദിവസവും നടക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ശരി, വേറൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. ടാറ്റാ.